അതായത് പൂർണ്ണമായിട്ടും ഇപ്പോൾ കൊടുത്ത വാർത്തകൾ തെറ്റാണ്, അതിൽ യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള വ്യക്തത വരുത്തിയാണ് താങ്കൾ. ഇല്ലാന്ന് മാത്രമല്ല, നിങ്ങൾ ഇനി ചോദിച്ചിട്ട് കൊടുക്കാനും പാടില്ല, മെസ്സി വരില്ലേ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാനും പാടില്ല. മെസ്സി വരുമോ ഇല്ലയെന്ന് 30 ദിവസത്തിന് അപ്പുറം കഴിയാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ആരാധകരെ നിങ്ങൾ എന്താണ് നിങ്ങൾ കളിയാക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇതിനെ ചർച്ച ചെയ്യുന്നേ. നിങ്ങൾ എന്തുകൊണ്ട് അതിൽ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാത്തെ? കേരളത്തിൽ അർജന്റീന വരും എന്നുള്ള നിലയ്ക്കും അർജന്റീന ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇവന്റാണ് കൊച്ചു കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ ഒരു ചർച്ച പോലും കണ്ടില്ലല്ലോ. എന്തേ അങ്ങനെ ചർച്ച ചെയ്യാത്തെ? കാരണം കൊച്ചി പോലെ അന്താരാഷ്ട്ര ഒരു സ്റ്റേഡിയം ഒരു ലോക നിലവാരത്തേക്ക് ഉയർത്തി ആ ലെവലിലേക്ക് ഒരു കളി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലാന്ന് ഞാൻ പറയുന്നത്. ഇത് നമ്മളെപ്പോലെ ഒരു കമ്പനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഗവൺമെന്റ് ഓഫ് കേരളത്തിന്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്. അത് ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ സ്പോർട്സ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, കേരള ഗവൺമെന്റ് മൊത്തം ഇവരെല്ലാം ഇതിനു വേണ്ടി ഒരു അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആൾക്കാരാണ് ഇതിന്റെ പുറകിൽ പണിയെടുക്കുന്നത് അറിയോ? 10,000 ആൾക്കാരാണ് ഇതിന്റെ പുറകിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 1-2 ആൾക്കാരല്ല. അതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാതെ വെറുതെ ഒരു ചോദിച്ചിട്ട് കൊടുക്കാം. മെസ്സി വരില്ലേ, നിങ്ങൾക്ക് മെസ്സി വരില്ല എന്നുള്ളത് ഞാൻ അന്നേ ചോദിക്കുന്ന ഒരു കാര്യം. നിങ്ങളോട് ആരെയും മെസ്സി പറഞ്ഞോ? അർജന്റീന പറഞ്ഞോ? അർജന്റീന ഒഫീഷ്യലായി അനൗൺസ് ചെയ്തോ? നിങ്ങൾ അർജന്റീനയോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അർജന്റീനന്റെ ഒഫീഷ്യലായിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയും. കേരളത്തിൽ, ഇന്ത്യ, ലോകത്ത് എത്ര മാധ്യമങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിന് മുഴുവൻ നമുക്ക് ഇവിടെ ഇതിനെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന എന്ത് അർത്ഥത്തിലാണ്? അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്തത്. ഒരു കാര്യം ചോദിച്ചോളൂ. ഞാൻ ഇന്നലെ 100% വ്യക്തതയോടും ക്ലാരിറ്റിയോടും കൂടി പറഞ്ഞു. ഒക്ടോബർ മാസത്തിലെ ഫിഫ വിൻഡോ കളിക്കാൻ വേണ്ടി ഫിഫ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിൽ 2 ടീമാണുള്ളത്. ഒന്ന് അർജന്റീനന്റെ എ ടീമും ഒന്ന് ഓസ്ട്രേലിയന്റെ എ ടീമും. അർജന്റീനന്റെ എ ടീമിനെ നയിക്കുന്നത് അതിന്റെ ക്യാപ്റ്റൻ മെസ്സിയാണ്. ആ മെസ്സി അടങ്ങുന്ന ടീമാണ് കേരളത്തിൽ വരിക. അവരെ ലിസ്റ്റ് അടക്കം അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അവരെ ലിസ്റ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. ആ പുറത്തുവിട്ടതിന് ശേഷം അക്കാര്യത്തിലേക്ക് ഞാൻ വരാൻ തുടങ്ങിയ ശ്രീ ആൻഡോ അഗസ്റ്റിൻ. ആ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം ചോദിച്ചിട്ട് അർജന്റീന ഒഫീഷ്യൽ പേജിലൊന്നും ആ ലിസ്റ്റ് കണ്ടില്ല. മാത്രമല്ല ഫ്രണ്ട്ലി മാച്ചിന്റെ ടീം പ്രഖ്യാപനം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നൊരു സംശയമാണ്. ഒക്ടോബറിലെ മാച്ചുമായിട്ട് അവരിപ്പം മയാമിയിലാണ് ഉള്ളത്. അവർ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് അവരുടെ മാച്ച് അവിടെ കഴിയുക. ആ മാച്ച് കഴിഞ്ഞതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു രാജ്യം, ചില രാജ്യങ്ങളൊക്കെ 4,000-5,000 കോടി രൂപ സ്പെൻഡ് ചെയ്ത് ആ രാജ്യം സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്ലി മാച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്പോൺസർ എടുക്കുന്ന റിസ്കിനെ നിങ്ങൾ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല? എനിക്ക് ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, വലിയ റിസ്ക് ആണെന്ന്. കാരണം ഇതിനെ ഞാൻ പറയുന്നത് നമ്മൾ സ്പോൺസർ എന്നുള്ള നിലയ്ക്കല്ല. ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു മാച്ച് കളിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കാണല്ലേ? ഉറപ്പായിട്ടും കാണുന്നില്ല. മാത്രമല്ല നിങ്ങളെക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ആശങ്കയുള്ള ആൾക്കാരാണ് ഞങ്ങള്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചെയ്യണം എന്നറിയോ? നിങ്ങൾ വെറുതെ ചോദിച്ചിനെ വിട്ട് കൊടുക്കുമ്പോ, ഞാനൊരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഞാൻ എന്താ പറയുക, നിങ്ങൾ ഈ ചോദിച്ചിനെ നടത്തി കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആശങ്ക പൊതുജനങ്ങൾക്കാണ്. ഈ ആശങ്ക പൊതുജനങ്ങൾക്ക് നിലവിലുണ്ട്. ഫുട്ബോൾ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ താങ്കളെ തന്നെ ഡയറക്റ്റ് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചത്. ഈ വ്യാജ വാർത്തകൾ മുഴുവൻ പടച്ചുവിട്ട് ഉണ്ടാക്കുന്ന ആശങ്കയാണ്. ഈ വാർത്ത ഞങ്ങളല്ല ശ്രീ ആൻഡോ അഗസ്റ്റിൻ വിട്ടത്, അത് TVC സ്പോർട്സിന്റെയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക വരില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്ത് അലമ്പാക്കുന്നതാണ്. എത്ര നാളായിട്ട് ഇത് നടക്കുന്നു? കാരണം ഒരു മാധ്യമം, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, കേരളത്തിലെ ഒരു മാധ്യമവും ഇതിന് അനുകൂലമായ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതുവരെ ഇതെങ്ങനെ തകർക്കാം എന്നുള്ള കാര്യം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു ടിക്കറ്റ് സെയിലിന്റെ കാര്യത്തിൽ അത് 18-ാം തീയതി മുതൽ തന്നെയല്ലേ? കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ടിക്കറ്റിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ 1 കോടി എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ 50 ലക്ഷം പറഞ്ഞില്ല. ഞാൻ ടിക്കറ്റിന്റെ വിലയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ സമയം വരെ. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഇതുവരെ 1 രൂപയുടെ സ്പോൺസർഷിപ്പ് സെല് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നറിയോ? മെസ്സി വരില്ല എന്നുള്ള പുകമറ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഈ ടിക്കറ്റ് റേറ്റ് കൂടിയാൽ അതിന്റെ പൂർണ്ണങ്ങൾക്കാണ്. കാരണം എന്റെ മുന്നിൽ ഏക മാർഗ്ഗം ഇനിയുള്ളൂ. എന്ത് മാർഗ്ഗം അറിയോ? ടിക്കറ്റിൽ ഈ പറയുന്ന മുടക്ക് പോലെ തിരിച്ചു കിട്ടുമെന്നുള്ളത്. അത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം 500 കോടി രൂപയ്ക്ക് മേലെ തിരിച്ചു കിട്ടണ്ടേ? ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടേണ്ടത് എവിടുന്ന? ടിക്കറ്റിൽ നിന്ന് മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയോ? ഒരു 50%-60% നമുക്ക് കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രമായിരുന്നു. ആ സ്പോൺസർഷിപ്പിൽ നിന്ന് പറയുന്ന പൈസ നമുക്ക് കിട്ടേണ്ടിരുന്നത് അവിടുന്ന് മാത്രമാണ്. അപ്പൊ ആ പൈസ നമുക്ക് കിട്ടാതിരുന്ന സമയത്ത്, അത് കിട്ടാതിരുന്നതിന് കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ സ്പോൺസർഷിപ്പ് കച്ചവടം ഒരു മാധ്യമം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. വരില്ല എന്ന് നായ്ക്ക് നാരായണൻ പറഞ്ഞുകൊണ്ടിരുന്ന് പറഞ്ഞ് ഒരാൾക്ക് വിശ്വാസത ഇല്ലാതായി.
വിശ്വാസം ഇല്ലാതെ ആക്കിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അപ്പൊ കേരളത്തിലെ ഈ പറഞ്ഞ അർജന്റീന ഓസ്ട്രേലിയ മത്സരത്തിന് ടിക്കറ്റ് ചാർജ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്. ഒരു മാറ്റം ആ കാര്യത്തിനകത്തില്ല. അത് തന്നെയാണ് എനിക്ക് പൂർണ്ണമായിട്ട് പറയാനുള്ളത്. കാരണം നമുക്കൊരു 8 മാസം സമയം കിട്ടിയേനെ സ്പോൺസർഷിപ്പ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, കേരളത്തിലെ ടാക്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിലെ ടാക്സ് എത്രയാണ്? സ്പോർട്സിന്റെ ടാക്സ് എത്രയാണെന്ന് അറിയോ? 40% GST ആണ്. 25% എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. 65% ടാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ സ്പോൺസർക്ക് കിട്ടുന്നത് 35,000 രൂപയാണ്. സർക്കാരിന് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 65,000 രൂപയാണ്. എങ്ങനെയാണ് ഒരു സ്പോർട്സ് നടത്താൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഒരുപാട് പ്രതിസന്ധിയുണ്ട് ഉറപ്പായിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് വിൽക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് നോർമൽ സ്റ്റേജിലാണെങ്കിൽ 35,000 രൂപയ്ക്ക് ടിക്കറ്റ് വിറ്റാൽ മതി. പക്ഷെ എന്താ കാരണം? 65,000 രൂപ ടാക്സ് വരികയാണ്. 65,000 രൂപ, 65%. ലോകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല. ഒരു രാജ്യം ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും അല്ല പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സ്പോർട്സ് ഇവന്റ് നടക്കണമെങ്കിൽ 65% ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. 40% GST ആണ് ആഡ് ചെയ്തേക്കുന്നത്. 40%. അപ്പം നമ്മളിപ്പോ എത്ര ലക്ഷത്തിനാണ് ടിക്കറ്റ് വെക്കേണ്ടത്? നോർമലി 35,000-നോ 50,000-നോ 75,000-നോ 10,000-നോ 5,000-നോ ഒക്കെ വിൽക്കാം. പക്ഷെ അതിന്റെ 65% ടാക്സും കൂടെ കൂട്ടി എത്ര പൈസ വന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു എന്താണ് സ്പോർട്സിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളുടെ അവസ്ഥ ഞാൻ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാ അറിയോ? ഒന്ന്, മാധ്യമങ്ങൾ 100% എതിരെ. മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെയെങ്കിലും താർക്കാൻ നോക്കുന്നു. കേരളത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്നാ പറയുന്നത്. പക്ഷെ എന്താണ്? ഒരു ഉന്നമനം ചെയ്യാൻ സമ്മതിക്കില്ല. ചെയ്താൽ ഈ കുറ്റത്തോട് കുറ്റാണ്. 1 by 1. അല്ല, അതവിടെ നിൽക്കട്ടെ ശ്രീ ആൻഡോ അഗസ്റ്റിൻ. അങ്ങനെ അത്തരം പുച്ഛിക്കുന്ന കാര്യത്തിൽ ആരും മെസ്സി വരുന്നതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്രമാത്രം ഒരു വലിയ ചെലവ് നമുക്ക് ഊഹിക്കാമായിരുന്നതല്ല. ഇപ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ അർജന്റീന ടീമിന് തന്നെയുണ്ട് 200 കോടിയിലേറെ. ഇപ്പോൾ ഏതാണ്ട് 70 കോടി രൂപ താങ്കൾ ഈ ടീം സ്പോൺസർ എന്ന നിലയിൽ കൊച്ചി സ്റ്റേഡിയം നിർമ്മിക്കാൻ ചെലവഴിക്കുന്നു. ഏതാണ്ട് മൊത്തത്തിൽ വരുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് നൽകണം മറ്റൊരു വലിയ തുക. അപ്പോൾ ഇതൊരു വലിയ തുക മുതൽ മുടക്കുന്ന ഒരു സംരംഭമാണ്. അതിന്റെ ഒരു എങ്ങനെ ഇത് മടക്കി ലഭിക്കുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആദ്യം മുതൽ. ഞാൻ എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഇന്ത്യയിലെ GST നിരക്ക് 18%. 18%. കഴിഞ്ഞ മാസം GST ഹൈക്ക് വന്ന സമയത്ത് എത്ര ശതമാനം കൂട്ടിയെന്നറിയോ? 28% GST കൂട്ടിയത്. 28% കൂട്ടി. ഇപ്പൊ 40% GST കൊടുക്കണം ടിക്കറ്റിന്. ഒരു സ്പോർട്സ് ഇവന്റ് ഇങ്ങനെ നടത്തണമെങ്കിൽ 40% GST കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100 കോടി രൂപ ഇവന്റിന് 28 കോടി രൂപ കൂടി. അപ്പൊ ഒരു 500 കോടി ഇവന്റിന് എത്ര രൂപ കൂടും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇതുപോലെ ഒരു സ്പോർട്സ് ഇവന്റ് കേരളത്തിൽ ഇതൊരു പാടാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു സ്പോർട്സ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാധ്യമങ്ങൾ വരില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടി വലിയ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? കാരണം എന്താ? അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് സ്പോൺസർഷിപ്പ് സെല് ചെയ്യാൻ കഴിയാതെ ഒന്ന് വലിയ നഷ്ടം ഉണ്ടാവും അവിടെ. രണ്ടാമത്തെ കാര്യം, ടിക്കറ്റ് റേറ്റിൽ 65% GSTയും എന്റർടൈൻമെന്റ് ടാക്സും കൂടെ വരുന്നു. 35% നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഇത് ചെറിയ കാര്യമായിട്ട് കാണണ്ട. അതിനിടയ്ക്കാണ് ഇതുപോലെയുള്ള വേറെ എവിടേക്കോ ഏതൊക്കെയോ മാധ്യമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ഇതിനേക്കാളും കൂടുതൽ ഞാനിപ്പം ആ TYC സ്പോർട്സിന്റെ വാർത്തകൾ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വന്ന് മുഴുവൻ എടുത്ത് വായിച്ചു നോക്കുമായിരുന്നു. ഞാൻ ഒരാളെ വെച്ചിട്ട് അതിനെക്കുറിച്ച് മുഴുവൻ സ്റ്റഡി ചെയ്ത് നോക്കുന്ന സമയത്ത് അവർ പറയുന്നത് 70% ഫേക്കാണ്. കാരണം ഇപ്പൊ ഞാൻ പറയുന്നത് മയാമിയിൽ കളി നടക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. മയാമിയിൽ ഒരു കളി കൊടുത്ത് മയാമിയിൽ 2 കളി കഴിഞ്ഞു. ഇപ്പം ഇന്നും കൂടെ കഴിയുമ്പോൾ 2 കളി കഴിഞ്ഞു. ഇവര് കൊടുത്ത വാർത്തയാണ്. മനസ്സിലായോ? ഇവര് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ചാനൽ ഈ പറയുന്ന ഈ TYC സ്പോർട്സ് ആണ്. 6ാം സ്ഥാനത്തേക്ക് അവർ 6ാം സ്ഥാനത്തേക്ക് പോയോ? കാരണം അവരെ രാജ്യത്തുള്ള ഒരു മാധ്യമമാണല്ലോ. അങ്ങനെ പോയോ? അല്ല, പക്ഷേ നമുക്ക് വേണ്ട സാധനം മാത്രം എടുക്കുക, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മറന്ന സാധനം എടുക്കുക, അത് ചർച്ചയാക്കുക എന്നുള്ളതാണ്. അത് ഒരു 1 സൈഡഡ് വരുന്ന സാധനമാണ്. എനിക്കറിയാം. ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താ പറയുക, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുള്ളത് കൊണ്ട് ഒരു നഷ്ടം ഒരാൾക്ക് വരാനില്ല. ഇത് വന്നാലും വന്നില്ലെങ്കിൽ എന്ത് നഷ്ടമാണ് വരാനുള്ളത്? ഒരാൾക്ക് ഒരു നഷ്ടവും വരാനില്ല. നഷ്ടം വന്നാലെന്താ അറിയോ, ഇവിടുത്തെ റേഞ്ച് മാറിപ്പോവും.
ഇവിടുത്തെ സ്പോർട്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും, ഇവിടുത്തെ ടൂറിസത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ആൻഡോ അഗസ്റ്റിൻ, താങ്കൾ ഈ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ 70 കോടി രൂപ മുടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇനി ഭാവിയിലേക്കും ഏതെങ്കിലും തരത്തിൽ കൂടുതൽ മത്സരം കൊണ്ടുവരാനുള്ള ആലോചനയുണ്ടോ? ഇതിൽ പൂർണ്ണമായും 70 കോടി സ്പോൺസർ എന്ന നിലയിൽ നിങ്ങൾ മാത്രം മുടക്കുന്നതല്ലേ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടോ ഈ സ്റ്റേഡിയം നവീകരണത്തിൽ? ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വേണ്ട പേയ്മെന്റിനെ കുറിച്ച് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ മുൻപിൽ 30 ദിവസം സമയമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള കളികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ കളീന്റെ എൻക്വയറി വന്നിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും നമുക്ക് ഓസ്ട്രേലിയക്ക് നമുക്ക് 2 വിൻഡോ ഉണ്ട്, 2 മാച്ച് ഉണ്ട്. പക്ഷെ നമുക്ക് അർജന്റീന ഓസ്ട്രേലിയ 1 മാച്ചേ ഉള്ളൂ. ശരിക്കും 1 മാച്ച് കൂടെ നമുക്കവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 2-3 രാജ്യങ്ങൾ നമ്മളെ 2-3 ഫിഫ റാങ്കിങ്ങിൽ 50ക്ക് താഴെയുള്ള 2-3 രാജ്യങ്ങൾ നമ്മളെ ഓൾറെഡി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ആ ഒരു വിൻഡോയിൽ ഓസ്ട്രേലിയ ആയിട്ട് കളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക. ചിലപ്പോൾ നല്ല ടീമാണെങ്കിൽ ചിലപ്പോൾ ഒരു മാച്ചും കൂടെ കിട്ടിക്കൂടായില്ല ഈ നവംബർ 15-ാം തീയതിക്കോ 16-ാം തീയതിക്കോ ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അങ്ങനെയാണല്ലോ ഈ ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയന്റെ 1 മാച്ചിന്റെ രണ്ടാമത്തെ മാച്ച് നമുക്ക് നല്ല ടീമിനെ കിട്ടുകയാണെങ്കിൽ ആ നല്ല ടീമുമായിട്ട് കേരളത്തിൽ കളിക്കാൻ കഴിയും. മനസ്സിലായി? അതിനെ തന്നെ നിങ്ങൾ വലുതായിട്ട് കാണണമെന്ന് ഞാൻ പറയാം. ഇപ്പൊ അർജന്റീന മാത്രമല്ലല്ലോ എന്ന് ലോകത്തെ ഏറ്റവും വലിയ ടീം എന്ന് പറയുന്നത്. എത്രയോ കളികളുണ്ട്. ഇവിടെ ബ്രസീലുണ്ട്, ഇവിടെ പിന്നെന്താണ് സെനഗലുണ്ട്, എത്ര നല്ല നല്ല ടീമുകളുണ്ട്. അപ്പൊ എല്ലാം ഇപ്പൊ അർജന്റീന വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കളിക്കാരും വരണ്ടെന്നാണോ? അല്ല, ഞാൻ ചോദിച്ചത് ആദ്യം സ്റ്റേഡിയത്തിലേക്ക് മുടക്കുന്ന പൈസയുടെ കാര്യം ചോദിക്കാൻ കാരണം ഇതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന ആൾ എന്ന തരത്തിൽ ഈ മുടക്കുന്ന തുക എങ്ങനെ വീണ്ടും തിരികെ കിട്ടുക എന്നുള്ള സ്വാഭാവികമായുള്ള ചിന്ത ഉണ്ടാകില്ലേ? അത് സ്വാഭാവികമായ സംശയമായി ചോദിച്ചതാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്കൊരു ഇന്റർനാഷണൽ മത്സരങ്ങൾ നടക്കാവുന്ന, അന്താരാഷ്ട്ര മത്സരം നടക്കാവുന്ന ഒരു സ്റ്റേഡിയം ഇന്ത്യയിലില്ല, കേരളത്തിലില്ല. അങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണ്ടേ? അത് ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു മത്സരത്തിന്റെ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് പിന്നീട് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് സംശയം. അതെ, ഞാൻ പറയുന്നത് ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയോ? അതിന് ആരെങ്കിലും ഒരാൾ ഇറങ്ങിത്തിരിക്കണ്ടേ? അത് ഇറങ്ങിത്തിരിക്കുന്നവരെ എങ്ങനെ പിന്നോട്ടടിക്കാൻ പാടുമോ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ടെൻഡറിന് പോയാൽ എത്ര സമയം എടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് സ്പോൺസർമാൻ ടെൻഡർ വിളിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, അതൊരു 4-5 കമ്പനികൾക്ക് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് എന്നാ അത് തീർക്കാൻ കഴിയുക? ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ചിലപ്പോൾ ഒരു 10-25 ടീമുകളെ അല്ലെങ്കിൽ 10-25 സബ് കോൺട്രാക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്കൊരു ടീമിനെ ഒരു ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആകെ നമ്മുടെ ഇതിൽ 30 ദിവസം സമയമുണ്ട്. ആ 30 ദിവസം സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇത് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് എന്താ അറിയോ, ഇത് ഇവിടെ നടത്തണം എന്നുള്ളൊരു വാശിയുടെ പുറത്താണ്. ഇത് നടത്താൻ വേണ്ടിയിട്ട് ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് ഇറങ്ങി തിരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ശരിക്കൊരു എന്താ പറയാ ഒരു മത്സരം ഉണ്ടാവും. പക്ഷെ അത് ഞാൻ വിചാരിച്ചത് എവിടെയാണ്? അത് ഞാൻ വിചാരിച്ചത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇത് വേറെ ഏതോ ലെവലിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. വളരെ മോശമായ രീതിയിലാണ്. ഞാൻ പറയുന്നത്, ഇത് വരില്ല എന്ന് ചർച്ച ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഒരെണ്ണം പോലും വരൂ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ അല്ലാട്ടോ പറയുന്നത്, ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ ഞാൻ പറയുന്നത്. വരില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ, വരില്ല എന്ന് ചർച്ച നടത്തി, 8 മണിയിലെ ഡിബേറ്റ് നടത്തി, അതിനുശേഷം ഫസ്റ്റ് ഒന്നാമത്തെ ഹെഡ്ലൈൻ ആക്കി നിർത്തിയ മാധ്യമങ്ങൾ പോലും വരുമെന്ന് പറഞ്ഞതോടുകൂടി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി. ഇനി അവരെപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്ന അറിയോ? ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതെടുത്ത് ചർച്ച ചെയ്യും. അത് തുടങ്ങി ഇന്നലെ. അപ്പൊ ഞാൻ പറയുന്നത് അതെന്ത് ഇന്റൻഷന്റെ ഭാഗത്താണ്? അത് ഏത് രീതിയിലുള്ള ഇന്റൻഷനാണ്? അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷനാണ്. അങ്ങനെ ഒരു രാജ്യത്തും അങ്ങനെ ഉണ്ടാവില്ല മാധ്യമങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ സ്പോർട്സ് മിനിസ്റ്ററി ആണെങ്കിലും എന്നെ ആണെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തെ ആണെങ്കിലും ഈ ഗവൺമെന്റിനെ ആണെങ്കിലും മോശക്കാരാക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. അത് ആക്കാൻ വേണ്ടി വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയിപ്പം അർജന്റീന വരുന്നില്ല എന്ന് ഓഫീഷ്യലി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആരോടും പറഞ്ഞില്ല, അവരും പറഞ്ഞിട്ടില്ല, ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഫിഫ ഓൾറെഡി വിൻഡോ അനൗൺസ് ചെയ്തു, കളിക്കാനുള്ള സാധനം വാങ്ങി, ഓൾറെഡി അവരുടെ പേയ്മെന്റ് മുഴുവൻ ക്രെഡിറ്റ് ചെയ്തു, അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആയി. ഒഫീഷ്യലി നമ്മൾ അവർ 17-ാം തീയതി വരുമെന്ന് അനൗൺസ് ചെയ്തു, അറിയിച്ചു. ഇനി നമ്മൾ എന്തിനാ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളെങ്കിലും ഇതിനെ ഒരു അർജന്റീന വരുന്നില്ലെങ്കിൽ അന്നേരം ആലോചിക്കാന്നേ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ വരുന്നില്ല അന്നേരം ആലോചിക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇത് എവിടുന്നോ ആരൊക്കെയോ ഏതൊക്കെയോ മാധ്യമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് നവംബർ 17-ാം തീയതി അർജന്റീന ഓസ്ട്രേലിയ മാച്ച് കൊച്ചിയിൽ നടക്കും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട.
16-ാം തീയതി അതിന്റെ കിക്ക് ഓഫ് നടക്കും. ഒരു മാറ്റം വേണ്ട. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് സെയിൽസ് തുടങ്ങും. ഒരു മാറ്റം അതിനകത്ത് ഉണ്ടാവില്ല. മനസ്സിലായോ? ഫാൻ മീറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. കാരണം നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ എത്ര ആൾക്കാർ കാണാൻ സംവിധാനം ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഗവൺമെന്റ് അതിന്റെ ഡിസിഷൻ എടുത്ത് അതുമായിട്ട് മുന്നോട്ട് മാക്സിമം ഞാൻ സഹകരിക്കും. പിന്നെ ഈ സ്റ്റേഡിയം ഞാൻ 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി കളി നടന്നാലും നടന്നില്ലെങ്കിലും സ്റ്റേഡിയം കംപ്ലീറ്റ് ചെയ്യും. ഒരു ഡൗട്ടോ കാര്യത്തിനകത്ത് വേണ്ട. അതിനകത്ത് ഞാൻ എടുത്ത് മുന്നോട്ട് പോയ കാര്യങ്ങളിലൊന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഞങ്ങൾ എടുത്തൊരു നിശ്ചയമാണ്, നമ്മുടെ സ്ഥാപനം എടുത്തൊരു നിശ്ചയമാണ്. ആ നിശ്ചയത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്